താലൂക്ക് വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് സമിതി യോഗം ആവശ്യപ്പെട്ടു. എംഎൽഎമാരായ കെ രമ, കെ അഭിജിത്ത് മറ്റു വികസന സമിതി പ്രതിനിധികളുമാണ് ശക്തമായി ഈ ആവശ്യം ഉന്നയിച്ചത്. വകുപ്പ് തല മേധാവികളുടെ അഭാവം സമിതി പ്രവർത്തനം താളം തെറ്റിക്കുന്നതായി വ്യാപക പരാതി ഉയർന്നിരുന്നു. ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെടുമെന്ന് എംഎൽഎമാരായ കെ രമ, കെ അഭിജിത്ത് എന്നിവർ പറഞ്ഞു. ഇന്ന് വരാത്ത മേധാവികളുടെ വിശദീകരണം ചോദിക്കാൻ കഴിയുന്ന വിശദീകരണം ചോദിക്കണം. ഇത് ഈ പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളൊന്നും വെറുതെ ഒരു പണിയില്ലാണ്ട് നിൽക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്യോഗസ്ഥരും വെറുതെ ഒരു പണിയില്ലാതെ നിൽക്കുന്നതുകൊണ്ടോ അല്ല യോഗം കൂടുന്നത്. നാടിൻ്റെ നമ്മളൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മളിരിക്കുന്ന പദവികളൊക്കെ ആ കസേരകളൊക്കെ നിറവേറ്റേണ്ട ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്നും അത് പരിശോധിക്കേണ്ടതാണ് വിഷയം. നേരത്തെ അഴിയൂരിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിവേട്ട ഒരു കാര്യം ചോദിച്ചു. മറുപടി പറയാൻ KSEBിയുടെ ഉദ്യോഗസ്ഥരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉദ്യോഗസ്ഥർ എന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ഉദ്യോഗസ്ഥ മേധാവികൾ വരണം. തിരക്ക് മാറ്റി വെച്ച് മറ്റാളുകൾ വരുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ വരാത്ത ഉദ്യോഗസ്ഥരോട് ഡിപ്പാർട്ട്മെന്റ് അധികാരികൾക്ക് നോട്ടീസ് കൊടുക്കാനോ വിശദീകരണം ചോദിക്കാനോ പറ്റുമെങ്കിൽ ഇന്ന് അത് ചോദിക്കണം. അടുത്ത യോഗം തൊട്ട് ഈ നടപടി പറ്റില്ല. സമിതി പ്രവർത്തനം കാര്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഹാജരാവാത്ത ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടിയെടുക്കണമെന്ന് ഇരുവരും പറഞ്ഞു. വകുപ്പ് മേധാവികൾ ഹാജരാവാത്ത വിഷയം ചെക്യാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദ് പുന്നക്കൽ, സമിതി അംഗം പ്രദീപ് ചോമ്പാല എന്നിവരാണ് ഉന്നയിച്ചത്. ദേശീയപാതയിലെ സർവീസ് റോഡിലെ തകർച്ച മൂലം നേരിടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം വിളിക്കുമെന്ന് കെ രമ യോഗത്തിൽ പറഞ്ഞു. ഷാഫി പറമ്പിൽ MP-യും പങ്കെടുക്കും. സർവീസ് റോഡിന്റെ തകർച്ച മൂലമുള്ള ഗതാഗതക്കുരുക്ക് അടക്കമുള്ള വിഷയങ്ങൾ സമിതി അംഗങ്ങളായ ബാബു ഒഞ്ചിയം, PM മുസ്തഫ എന്നിവരാണ് ഉന്നയിച്ചത്. വടകര കോടതിക്ക് മുന്നിൽ 5 വിളക്കും ഗാന്ധി പ്രതിമയും തകർന്നതായി സമിതി അംഗം PP രാജൻ പറഞ്ഞു. ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് റോഡുകളുടെ തകർച്ചയ്ക്ക് പരിഹാരം വേണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷൈജി പ്രമോദ് ചോറോഡ്, മുജീബ് റഹ്മാൻ വേളം, ഷജിന പ്രമോദ് ഒഞ്ചിയം, സമിതി അംഗം TV ഗംഗാധരൻ എന്നിവർ ആവശ്യപ്പെട്ടു. ഫണ്ട് ലഭ്യതയ്ക്ക് അനുസരിച്ച് തകർന്ന റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നതായി വാട്ടർ അതോറിറ്റി വിഭാഗം അറിയിച്ചു. നഗരഹൃദയമായ ഇത് സംരക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ വിലങ്ങാട് മേഖലയിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് അഭിജിത്ത് ആവശ്യപ്പെട്ടു. ചടങ്ങിൽ അഭിജിത്ത് MLA അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ NK സുബൈർ, സമിതി അംഗങ്ങളായ PP രാജൻ, പ്രദീപ് ചോമ്പാല, TV ഗംഗാധരൻ, PM മുസ്തഫ എന്നിവർ സംസാരിച്ചു.